അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചു. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് പഠിക്കുന്നതിൻ്റെ എയിം എന്താണ്, ഒരു സോഫ്റ്റ്വെയർ എന്താണ് പ്രോസസ്സ്, എന്താണ് പ്രോഡക്റ്റ്, എന്തൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾസ് മോഡൽസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇത് പക്കാ തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടാകും. പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഐഡിയ എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പാസ്സാകും. കാരണം എസ് സിയിൽ അങ്ങനെ ആർക്കും സപ്ലി ഒന്നും വരാറില്ല. കാരണം നമുക്ക് ഐഡിയ അറിഞ്ഞ് നമുക്ക് കോൺവേർട്സിൽ എഴുതിയാൽ തന്നെ നമുക്ക് കത്തി അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്സൊക്കെ ജസ്റ്റ് പഠിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് സ്വന്തം തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്ന് പഠിച്ചു അല്ലേ. എന്താണൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ, അല്ലെങ്കിൽ SDLC എന്ന് പറയും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മൂന്ന് മോഡലാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മളെല്ലാം ഞാൻ പറഞ്ഞു. അതായത് ഒന്നാമത്തെ വാട്ടർഫാൾ മോഡലും, രണ്ടാമത്തത് ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡലും, മൂന്നാമത്തത് എവല്യൂഷണറി പ്രോസസ്സ് മോഡലുമാണെന്ന് പറഞ്ഞു. അപ്പോൾ എവല്യൂഷണറി പ്രോസസ്സ് മോഡലോടെ നമ്മൾ ഈ മൊഡ്യൂൾ തീരും. അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ നമ്മൾ പഠിച്ചു, എന്താ ഒരു വാട്ടർഫാൾ മോഡലിന് പഠിച്ചു, അതിൻ്റെ ലിമിറ്റേഷൻസ് വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ മോഡലിലേക്ക് പോവാം. ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ. എന്താണ് ഒരു ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ? ഓക്കെ, ഈ ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ എന്ന് പറയുന്നത്, ഇപ്പോൾ ഫസ്റ്റത്തെ മോഡൽ നമ്മൾ എന്താ പഠിച്ചത്? വാട്ടർഫാൾ മോഡലല്ലേ. അപ്പോൾ വാട്ടർഫാൾ മോഡൽ എന്താണ്, മോഡലിൽ വരുന്ന ഫേസസ് അതിലേക്ക് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് സീക്വൻഷ്യൽ മോഡലാണ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡലാണ്. ഫസ്റ്റത്തെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് വാട്ടർഫാൾ മോഡലാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഇതിൽ വരുന്ന എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ് എന്ന് പറയുന്നത്? റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഫേസ്, ഡിസൈൻ ഫേസ്, പിന്നെന്തായിരുന്നു ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഫേസ്, പിന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞു ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ഫേസ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫേസ്. അപ്പോൾ അത്രയും ഫേസസ് നമ്മൾ പറഞ്ഞു. ഈ ഫേസസിലേക്കുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തതിന് ശേഷം അടുത്ത ഡിസൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഡിസൈൻ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കോഡിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിലാണ് മോഡൽ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം നമുക്ക് ബാക്കോട്ട് പോകുന്നൊരു പ്രോസസ്സില്ല, ഫ്രണ്ടിലേക്ക്. അതായത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട്. അല്ലാണ്ട് വാട്ടർ പറയുന്ന എപ്പോഴെങ്കിലും താഴെ നിന്ന് മേലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അതേ സെയിം കാര്യം തന്നെ നമുക്ക് തിരിച്ചൊരു റിട്ടേൺ പോവാൻ ഇതിൽ പറ്റില്ല, വാട്ടർഫാൾ മോഡൽ പറ്റില്ല. അതുപോലെ തന്നെ സീക്വൻഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ വേൾഡിലുള്ള കോംപ്ലക്സ് പ്രോജക്റ്റുകളൊന്നും നമ്മൾ വാട്ടർഫാൾ മോഡലിലെ ആ ഒരു ഫേസസിലൂടെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇത്രയും ലിമിറ്റേഷൻസ് വരെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എന്താണ് ഒരു ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ, ആ ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡലിൽ വരുന്ന 2 ടൈപ്സ് ഉണ്ട്. ഒരു ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലും ഒരു റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ, റാഡ്. അങ്ങനെ 2 മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഒരു ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ, ഇറ്ററേറ്റീവ് മോഡൽ എന്താ, റാഡ് മോഡൽ എന്താ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഈ പറഞ്ഞ ബേസിക്കലി 3 മോഡലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വാട്ടർഫാൾ മോഡൽ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മോഡൽ പഠിക്കുന്നത്, അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ഒരു കാര്യം കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, അത് പ്രീവിയസ്ലി എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് അടുത്ത വന്നത്, അങ്ങനെയൊക്കെ പഠിക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പം ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ എന്ന് പറയുന്നത് വാട്ടർഫാൾ മോഡലിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് നമുക്കറിയാമല്ലോ, ഒരു 5 ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്? ഇൻക്രിമെൻറ്റ് പ്രോസസ്സ് മോഡൽ. വാട്ടർഫാൾ മോഡലിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ പറഞ്ഞു, ലിമിറ്റേഷൻ ഓഫ് വാട്ടർഫാൾ മോഡൽ ഒന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത്
നമ്മുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് സോഫ്റ്റ്വെയർ ആണ് കിട്ടേണ്ടത്, അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴേ കിട്ടുള്ളൂ? ഫൈനൽ സ്റ്റെപ്പിൽ മാത്രമേ, അതായത് ലാസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് വരെ നമ്മളിങ്ങനെ കാത്തു നിൽക്കണം നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടി. അതിൻ്റെ ഇടയിൽ ആ പ്രോഡക്റ്റ് എന്തായി അതിൻ്റെ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. യൂസറിൻ്റെ കയ്യിൽ ലാസ്റ്റ് എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് ഫൈനലിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു വേർഷൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതാണ് ഒരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷനും അതുപോലെ തന്നെ വേറൊന്ന് ഞാൻ പറഞ്ഞു, ചേഞ്ചസ് നമുക്ക് ഇടയ്ക്ക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഇതുപോലുള്ള ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഏത് വന്നത്? ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ. ഇത് മാത്രമല്ല വേറൊരു മോഡലും കൂടി ഉണ്ട്, എവല്യൂഷണറി പ്രോസസ് മോഡൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലും അതിൽ വരുന്ന 2 ഐറ്ററേറ്റീവും അതുപോലെ തന്നെ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് വാട്ടർഫാൾ മോഡലും അതിൻ്റെ പ്രോബ്ലംസാണ്. ഇപ്പോൾ പ്രോബ്ലംസ് ഓർമ്മയുണ്ടല്ലോ. അതായത് നമുക്ക് റിക്വയർമെൻറ്റ്സ് ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്, ചേഞ്ചസ് നമുക്കൊക്കെ ചെയ്യാൻ പറ്റില്ല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വേർഷൻസ് ലാസ്റ്റേ കിട്ടുള്ളൂ, പിന്നെ ലാർജ് പ്രോജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പിന്നെ എന്താ പറഞ്ഞാൽ റിയൽ പ്രോജക്ട്സ് റെയർലി സീക്വൻഷ്യലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്തുകൊണ്ട് വന്ന സെക്കൻഡ് പ്രോസസ് മോഡലാണ് ഇൻക്രിമെൻ്റ് പ്രോസസ് മോഡൽ. ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ എന്ന് പറയാം. അപ്പം നിങ്ങൾ ഇൻക്രിമെൻ്റ് എന്നുള്ള വേർഡ് ഇടുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്ക് ഇപ്പോൾ I++ എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ I=0 ആണെങ്കിൽ അടുത്തേത് I ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അടുത്തൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അങ്ങനെ അല്ലേ? അപ്പം ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, അതായത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കുറേ ഫേസസ് ഉണ്ട്. അപ്പോൾ ഈ ഫേസസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോസസ്സിനെ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് തരും, എന്നിട്ട് അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ നോക്കി അടുത്ത പ്രോഡക്റ്റ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് കിട്ടിയാൽ നമുക്ക് അതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് അവരോട് പറയാം, സോഫ്റ്റ്വെയർ ഡെവലപ്പറോട് പറയാമല്ലോ. അപ്പം ഇതുപോലെ ഓരോ ഇൻക്രിമെൻറ്റ് ബൈ ഇൻക്രിമെൻ്റ് ആയിട്ട് മോഡൽ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് നമ്മൾ ഓരോ ഇൻക്രിമെൻറ്റ് ബൈ ഇൻക്രിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻക്രിമെൻറ്റ് ഓർ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, they are effective in the situation where requirements are defined precisely and there is no confusion about the functionality of the final product. After every cycle, a usable product is given to the customer. It is popular particularly when we have to quickly deliver a limited functionality system. Okay, ഇനി ഈ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ എന്താണെന്നും അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ഞാൻ വായിച്ചില്ലേ, അപ്പോൾ അതിൽ പറയുന്നത്. അതായത് നമ്മൾ ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആദ്യം റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതായത് കസ്റ്റമർ വന്നു, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നു. ഓക്കെ, അത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആദ്യം എല്ലാം അറിയാം. ആ ഒരു കേസിലും അതുപോലെ തന്നെ നമുക്ക് കൂടുതലൊന്നും ആഡ് ചെയ്യാനില്ല, ജസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പെട്ടെന്ന് കസ്റ്റമേഴ്സിന് ക്വിക്ക്ലി എന്ത് ചെയ്യണം, ഒരു ഇത്ര ലിമിറ്റഡ് പീരിയഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് കൊടുക്കേണ്ട സമയം വരും. അങ്ങനത്തെ കേസിലും നമുക്ക് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ എല്ലാം അറിയാമെന്നും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ലിമിറ്റഡ് ഫങ്ഷണാലിറ്റി സിസ്റ്റം യൂസറിന് കൊടുക്കേണ്ട കേസ് വരുമ്പോഴും യൂസ് ചെയ്യുന്ന പ്രോസസ് മോഡലാണ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽ. ദീസ് ഇൻക്രിമെൻ്റൽ പ്രോസസ് മോഡൽസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2. ഈ ഇൻക്രിമെൻ്റൽ പ്രോസസ്സ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ ഒന്നാമത്തതാണ്, ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ രണ്ടാമത്തതാണ്, ദ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ. ഓക്കെ, റാഡ് മോഡൽ എന്ന് പറയും. റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലും ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലും. ഇനി എന്താണ് ഒരു ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്ന് നോക്കാം. ഓക്കെ, ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ്, ഐട്രേഷൻ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഫോർ ലൂപ്പിലൊക്കെ ചെയ്തിട്ടില്ലേ ഐട്രേഷൻ, I=0, I<5, I++ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ എന്താ, ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ലൂപ്പ്, അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി അടുത്ത ലൂപ്പിൽ നമ്മൾ അടുത്ത വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു, അപ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ, അങ്ങനെയല്ലേ? അപ്പോൾ ഐട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്.
അപ്പം അതുപോലെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണോ ഒരു ഐട്രേഷൻ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ പ്രോസസ്സിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ദിസ് മോഡൽ ഹാസ് ദ സെയിം ഫേസസ് ആസ് ദ വാട്ടർഫാൾ മോഡൽ ബട്ട് വിത്ത് fewer restrictions. Generally, the phase occurs in the same order of the waterfall model, but they may be conducted in several cycles. Usable product is released at the end of each cycle, with each release provide additional functionality. Okay. അതായത് ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്താ പറയുന്നത് വെച്ചാൽ, ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ ഹാസ് ദ ഫേസസ്. നമ്മൾ നേരത്തെ വാട്ടർഫാൾ മോഡലിൻ്റെ 5 ഫേസസ് പറഞ്ഞില്ലേ, അതായത് റിക്വയർമെൻറ്റ് അനാലിസിസ് തൊട്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് വരെയുള്ള 5 ഫേസസ് പറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലിലും ഫേസസ് ഉണ്ട്. ഈ ഫേസസ് എന്ന് പറയുന്നത് സെയിം ആണ്, ഇതുപോലെ വാട്ടർഫാൾ മോഡൽ പോലെ തന്നെ. ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റിൻ്റെ ഫിഗർ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ കാണാം. The phases of an iterative enhancement model is similar to waterfall model. നമുക്ക് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കിടെക്ചറൽ ഡിസൈൻ എന്നൊക്കെ പറയുന്നില്ലേ, ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇത് രണ്ടുമാണ് ഡിസൈൻ ഫേസ്. അത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, ഇൻറ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്. ഇൻറ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. സിസ്റ്റം ടെസ്റ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. സെയിം ഫേസസ് തന്നെയാണ്. പക്ഷേ ഒരു ചേഞ്ചസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ വാട്ടർഫാൾ മോഡലിൽ പറഞ്ഞു, വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് അടുത്ത് അങ്ങനെ താഴോട്ടാണ് വരിക, മുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പോകുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് മൂവ്മെൻറ്റ് പറ്റും. അതായത് ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടി, അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ഫിഗറല്ലാണ്ട് നിങ്ങൾ നോട്ടിലൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. ആ നോട്ടിലെ ഫിഗർ ഞാൻ എടുക്കാം. നിങ്ങൾ നോട്ട് ഉണ്ടാവുമല്ലോ കയ്യിൽ, നോട്ട് നോക്കൂ. നോട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗറായിരിക്കും വരച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഈ ഫിഗറിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാം. അപ്പം ഫസ്റ്റ് നമ്മുടെ വാട്ടർഫാൾ മോഡലിൻ്റെ ഫേസസ്, അതായത് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഫേസ് ആണ്. അടുത്ത ഡിസൈൻ ഫേസ്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിങ്, ഇൻറ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിങ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇത്രയും ഫേസസ്. അപ്പം ഇവിടെ ഓരോ ഫേസ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് മാത്രം സിംഗിളാണ്. അത് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഡിസൈൻ തൊട്ട് എല്ലാം സെയിം അല്ലേ. അപ്പോൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിൽ ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ എപ്പോഴാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി അറിയാം, അങ്ങനത്തെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രം റിക്വയർമെൻറ്റ്സിനെ എഴുതുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്തു, വാട്ടർഫാൾ മോഡൽ പോലെ കസ്റ്റമേഴ്സിൽ നിന്ന് റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു. സെയിം വാട്ടർഫാൾ മോഡൽ പോലെ ഏതെങ്കിലും ഒരു ഡിസൈൻ മൊഡ്യൂൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നു, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നു, യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, ഇൻറ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നു, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു സീക്വൻഷ്യലായിട്ട് ചെയ്യുന്നതായിരുന്നു വാട്ടർഫാൾ മോഡൽ. നമ്മൾ ഇത്രയും സ്റ്റെപ്പ് മാത്രമുള്ളതിനാണ് പറയുന്നത് വാട്ടർഫാൾ മോഡൽ. അപ്പോൾ ഇത് തന്നെയല്ലേ നമ്മൾ ഐട്രേറ്റീവിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഐട്രേറ്റീവിൽ സെയിം ഫേസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ ഡിഫറെൻറ്റ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അതായത് സെയിം ഫേസസ് തന്നെ ഫസ്റ്റ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതേ സാധനം തന്നെ നമ്മൾ പിന്നെയും ഐട്രേറ്റീവിൽ യൂസ് ചെയ്യുന്നു അല്ലേ. ഐട്രേറ്റീവിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സെയിം സ്റ്റെപ്പിനെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ ഐട്രേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർഫാൾ മോഡൽ പോലെ തന്നെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് തൊട്ട് ഓപ്പറേഷൻ മെയിൻ്റനൻസ് വരെ ചെയ്യുക. അതായത് ക്വിക്കായിട്ട് ചെയ്യുക. നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടിയ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റിക്വയർമെൻറ്റ്സ് ചെയ്തു, ഡിസൈൻ ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, സാധനത്തിന് അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമ്മൾ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ഇപ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടിയത് കസ്റ്റമർ എന്ത് ചെയ്യുന്നു, അത് വാലിഡേറ്റ് ചെയ്യുന്നു. അത് കസ്റ്റമറിന് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ മീറ്റ് ചെയ്തോ, സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ഓക്കെ അല്ല എങ്കിൽ എന്ത് ചെയ്യുന്നു, പിന്നെയും തിരിച്ച് അവർ ഡെവലപ്പറിന് കൊടുക്കുന്നു. ഡെവലപ്പർ രണ്ടാമത് പിന്നെയും ഡിസൈൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതായത് നമ്മൾ റിക്വയർമെൻറ്റ് ഒരു മിനിറ്റ്
ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കളക്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് പെട്ടെന്ന് നമുക്ക് കിട്ടിയ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട്, അത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആദ്യം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് സാധനം റിലീസ് ചെയ്തു. എന്നിട്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ, അത് പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ രണ്ടാമത് ഡെവലപ്പർ ഡിസൈൻ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത് റിലീസ് ചെയ്യുക. അങ്ങനെ സിസ്റ്റത്തിന് കംപ്ലീറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റിലീസായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമറിലേക്ക് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, നമ്മുടെ കോളേജിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ എടുക്കാം. ഫസ്റ്റ് കോളേജിൻ്റെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിലെ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് കോളേജിൽ കംപ്ലീറ്റ് എന്താ പറയുക, നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റാണ്, നമ്മളൊരു സൈറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് കോളേജിലെ പ്രിൻസിപ്പളും അതോറിറ്റീസുമാണ്, നമ്മളാണ് ഡെവലപ്പർ. അപ്പോൾ നമ്മളെ കയ്യിൽ കോളേജിലെ പ്രിൻസിപ്പൾ വന്ന് റിക്വയർമെൻറ്റ്സ് ഒക്കെ തന്നു. ആ റിക്വയർമെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, കോളേജിൽ വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോളേജിൻ്റെ വെബ്സൈറ്റിൽ എന്ത് വേണം? സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് വേണം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം, സ്റ്റുഡൻസിൻ്റെ വേണം, പിന്നെ ലൈബ്രറി വേണം. അങ്ങനെ അതൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കലാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ വെച്ചിട്ട് അതിനെ ഡിസൈൻ ചെയ്യുന്നു. കിട്ടിയ റിക്വയർമെൻറ്റ്സ് ഡിസൈൻ ചെയ്തിട്ട് എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? ചിലപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ലേ, ആ റിക്വയർമെൻറ്റ്സിൽ നമ്മൾ ഒറ്റൊരു മൊഡ്യൂൾ, അതായത് സ്റ്റാഫിനെ മാത്രം എടുക്കാം. റിക്വയർമെൻറ്റ്സിൽ നിന്ന് ഒരു റിക്വയർമെൻറ്റ്സ് എടുക്കാം, അത് നമ്മുടെ സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? സ്റ്റാഫ് എന്ന് പറയുന്നത് ടീച്ചിങ് സ്റ്റാഫുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട് അല്ലേ. അപ്പോൾ ആ സ്റ്റാഫിനെ നമ്മളെ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മളതിനെ കോഡ് ചെയ്യുന്നു, എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ സ്റ്റാഫിൻ്റെ ഒരു മോഡ്യൂൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. ആർക്ക്? നമ്മുടെ പ്രിൻസിപ്പളിന്. അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ അത് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് നമ്മളോട്, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പറോട് പറയുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൽ മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അതിനെ റിലീസ് ചെയ്യാം. അപ്പോൾ ഈ റിലീസിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? സ്റ്റാഫും ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കമ്പൈൻ ഫോം ആയിരിക്കും അടുത്ത റിലീസിലുണ്ടാവുക, സെക്കൻഡ് റിലീസിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ റിലീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിനെ ഡിസൈൻ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, അതിനെയും നമ്മൾ റിലീസ് ചെയ്യുന്നു. ഇനി അടുത്ത ലാസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈബ്രറി മാനേജ്മെൻറ്റിനെയും കമ്പൈൻ ചെയ്തിട്ട് അതിനെ ഡിസൈൻ ചെയ്തു, ഇംപ്ലിമെൻറ്റ്. അങ്ങനെ ഐട്രേറ്റീവായിട്ട് നമ്മൾ ഓവറോൾ സ്റ്റെപ്പിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആക്കിയിട്ട് ഓരോന്നിനെയും റിലീസായിട്ട് എന്ത് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ആക്കി മാറ്റുന്നു. അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ശരിക്കും? ഇതുപോലുള്ള കുറേ റിലീസസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഐട്രേറ്റീവ് പ്രോസസ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും എന്ത് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ വാട്ടർഫാൾ മോഡലിൻ്റെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ്സ് ഒക്കെ കിട്ടിയാലും നമുക്ക് അതിനെ ചേഞ്ചസ് വരുത്താൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ അതേ സെയിം വാട്ടർഫാൾ മോഡലിൻ്റെ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഇടയ്ക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഓരോ റിലീസായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഓരോ പ്രോസസ്സിനെയും നമുക്ക് പാർട്സ് ആക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പോൾ കസ്റ്റമറിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വാട്ടർഫാൾ മോഡൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കോളേജ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒറ്റ ഒരു ആ മുകളിൽ കാണുന്ന സ്റ്റെപ്സ് വെച്ചിട്ട് ഫൈനൽ വരെ എത്ര ടൈമുണ്ടോ അത്രയും ടൈം കസ്റ്റമർ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും, കണ്ടാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് ചേഞ്ചസ് വരുത്താനും പറ്റില്ല. അതായിരുന്നു വാട്ടർഫാൾ മോഡലിൻ്റെ പ്രോബ്ലം. പക്ഷേ ഇവിടെ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റിൽ എന്ത് ചെയ്തു, ഓരോന്ന് റിലീസായിട്ട് നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതാണ് ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ. അതിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. കസ്റ്റമർ ആൻഡ് ഡെവലപ്പർ സ്പെസിഫൈ അതായത് ഫസ്റ്റ് തന്നെ എല്ലാ റിക്വയർമെൻറ്റ്സും പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിൽ ചെയ്യുന്ന പോലെ SRS ഉണ്ടാക്കി, എന്നിട്ട് ആ റിക്വയർമെൻറ്റ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ഓരോ റിലീസായിട്ട് ഡിസൈൻ ചെയ്തു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ മെയിനായിട്ട് പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എ ടിപ്പിക്കൽ പ്രോഡക്റ്റ് വിൽ യൂഷ്വലി ഹാവ് മെനി റിലീസസ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, മെയിൻ പ്രോജക്റ്റ് നമ്മൾ ഡിഫറെൻറ്റ് റിലീസാക്കുക എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് ആക്കുക. അല്ലാതെ ഓരോ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, കോളേജ് വെബ്സൈറ്റ് ആണെങ്കിൽ അതിൽ സ്റ്റാഫ് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോർഷനില്ല, ഓരോ പോർഷൻ ബൈ പോർഷനായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നു. ഓക്കെ, അതാണ്
എന്തെന്ന് പറയുന്നത് ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഐഡിയ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ എന്താണെന്ന് പറയും. ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ്, അതായത് ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിൻ്റെ ഒരു ടൈപ്പാണ്. ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് നമ്മൾ മോഡൽ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ഡെലിവർ ചെയ്യണമെങ്കിൽ ഒരു ലിമിറ്റഡ് ഫങ്ഷനാലിറ്റി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഡെലിവർ ചെയ്യേണ്ട പ്രോജക്റ്റുകളൊക്കെയാണ് നമ്മൾ ഐട്രേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറയാം. എന്നിട്ട് അതിൽ ഓരോ റിലീസ് ബൈ റിലീസിൽ ചെയ്യുന്നതിൻ്റെ ആ ഡയഗ്രാം നേരത്തെ ഞാൻ കാണിച്ച മേലെയുള്ള ഡയഗ്രം ഇല്ലേ, ആ ഡയഗ്രാം കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, എക്സാമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കോളേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നായിട്ട് എഴുതാം. ഇതിൽ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം, അത് ഇവിടെ റിക്വയർമെൻറ്റ്സ് മാത്രമാണ് ഫസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഐട്രേറ്റീവ്ലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന് റിലീസ് ബൈ റിലീസ് ആയിട്ടാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് വരെ എത്തുന്നതെന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി അടുത്തതാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്. ഈ പറഞ്ഞ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ ഉണ്ടല്ലോ, ഞാൻ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിലാണ് 2 ടൈപ്പ് വരുന്നതെന്നല്ലേ. ഈ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ നിങ്ങൾ എന്തായാലും പഠിക്കണം. അതായത് ഈ മോഡ്യൂളിൽ വരുന്ന 3 മോഡൽസും ഓരോ എക്സാമിന് ഒരു മോഡൽ വെച്ചിട്ടുള്ള 2 മോഡൽ വെച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് മോഡൽ ഇമ്പോർട്ടൻ്റ് പോർഷനാണ് ഈ 3 മോഡൽ എന്ന് പറയുന്നത്. ഇൻക്രിമെൻറ്റും ചോദിക്കാറുണ്ട്. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് എസ് എ ആയിട്ട് 7 മാർക്കും ചോദിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ല 5 മാർക്കിനല്ല, നിങ്ങൾക്ക് എങ്ങനെ എസ് എ വരുന്ന എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ റാപ്പിഡ് ആപ്ലിക്കേഷൻ എഴുതണം, ഐട്രേറ്റീവ് എഴുതണം. അല്ല നിങ്ങൾക്ക് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഐട്രേറ്റീവ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്, ഐട്രേറ്റീവിൻ്റെ ഫിഗർ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എക്സാമിന് വരലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുക. ഇനി എന്താണ് ഒരു റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ? നിങ്ങളിപ്പോൾ റാപ്പിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ കൊറോണ ഒക്കെ വന്നപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ചെയ്യുന്നത്? അതായത് ഒരു ഇത്രയും എന്താ പറയുക യൂസേഴ്സ്, ലൈക്ക് നമ്മളെന്താ പറയുക, നമ്മൾ പേഴ്സൺസ്, ഹ്യൂമൻ ബീങ്സ്, ഒരു പോർഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സിൽ ഒരു ഏരിയയിൽ എത്ര ആളുകൾക്ക് ഇപ്പോൾ കൊറോണ വന്നു ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിൽ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത് തന്നെ നമ്മൾ കസ്റ്റമറിൻ്റെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോജക്റ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് ആരാ ശരിക്കും? സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആ കംപ്ലീറ്റ് സൈക്കിളില്ലേ, അതായത് നമ്മൾ റിക്വയർമെൻറ്റ്സ് കൊടുത്തതിന് തൊട്ട് ആ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നത് തൊട്ട് ലാസ്റ്റ് ഫൈനൽ പ്രോജക്റ്റ് കിട്ടുന്ന വരെയുള്ള ഇത്രയുള്ള ഫേസസില്ലേ, അതിൽ കംപ്ലീറ്റ് ഫേസസിലും ത്രൂ ഔട്ട് കസ്റ്റമറിൻ്റെയും കൂടി സാന്നിധ്യം ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദിസ് മോഡൽ ഈസ് ആൻ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ ആണല്ലോ. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് എൻ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ ആൻഡ് വാസ് ഡെവലപ്ഡ് ബൈ, ആരാണ് ഡെവലപ്പ് ചെയ്തത്? IBM in 1980s. 1 വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ബൈ ഡാഷ്, ആരാണ്, ഇയർ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IBM ആണ് 1980s ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റാണ്, മീൻസ് മോഡലാണ് എന്ത്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത പോയിന്റ് നോക്കിയേ. ഹിയർ യൂസർ ഇൻവോൾവ്മെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫ്രം റിക്വയർമെൻറ്റ് ഫേസ് ടു ഡെലിവറി ഓഫ് ദ പ്രോഡക്റ്റ്. അതാണ് മെയിൻ പോയിന്റ്. അതായത് കസ്റ്റമർ അല്ല യൂസർ എന്ന് പറയുന്നത് ഫസ്റ്റ് റിക്വയർമെൻറ്റ് കളക്ട് ചെയ്യുന്ന തൊട്ട് ആ പ്രോജക്റ്റ് അല്ല ഒരു പ്രോഡക്റ്റിൽ ഡെലിവർ ചെയ്യുന്നവരെ ത്രൂ ഔട്ട് കസ്റ്റമർ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മീൻസ്. ഓക്കെ, ഇവിടെ the process is started with building a rapid prototype and is given to user for evaluation. The user feedback is obtained and the prototype is refined. ഓക്കെ, നമ്മൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിലെ ടൈപ്പാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അറിയാലോ. അപ്പോൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻക്രിമെൻറ്റായി അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലിലും എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു നമുക്ക് കിട്ടിയ ഐറ്റംസ് മീൻസ് നമ്മുടെ കിട്ടിയ റിക്വയർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്ന ഇതുണ്ടോ, റാപ്പിഡ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഒരു മോഡൽ അല്ലേ, നമ്മൾ ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു വേർഷൻ. നിങ്ങൾ ഇപ്പം വേർഷൻ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? വേർഷൻ എന്ന് പറയുന്നത് അതായത് ഡിഫറെൻറ്റ് മെയിൻ സിസ്റ്റത്തിനെ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് വേർഷൻസ് ആക്കി വെക്കാമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആൻഡ്രോയിഡിന് തന്നെ ഡിഫറെൻറ്റ് വേർഷൻസ് ഇല്ലേ, അതായത് ഇപ്പം നമ്മൾ മാഷ്മെല്ലോ ലോലിപോപ്പ് എന്നൊക്കെ പറയുന്നല്ലോ. അതായത്
ഓരോ ഒന്നിനും വേറെ വേർഷൻസ് ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം കംപ്ലീറ്റ് യൂസർ ഇൻവോൾവ്മെൻ്റ് ഉള്ളതിനാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കസ്റ്റമറിന് വേണ്ട ഒരു റഫ് ആയിട്ടുള്ള, അതായത് ഒരു മോഡൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ബിൽഡ് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിനെ റീഫൈൻ ചെയ്യുക. അതായത് കംപ്ലീറ്റ് ത്രൂ ഔട്ട് കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട്, അതായത് ഡെവലപ്പറിൻ്റെ കൂടെ ഉണ്ട്. നമ്മളാണ് കേട്ടോ ഡെവലപ്പർ, ഇപ്പം ഡെവലപ്പറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഡെവലപ്പറിൻ്റെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് കസ്റ്റമറിന് കൊടുക്കുക. എന്നിട്ട് കസ്റ്റമറിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ പിന്നെയും റിഫൈൻ ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്താ പറയുന്നത്, റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ദർ ആർ 4 phases ആർ ദർ ഇൻ ദ മോഡൽ. റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡൽ ഫേസസ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഐട്രേറ്റീവിലോ അല്ലെ വാട്ടർഫാൾ മോഡലിലോ ഉള്ള ഫേസസ് എല്ലാം 4 phases ആർ ദർ. ദേ ആർ റിക്വയർമെൻറ്റ് പ്ലാനിങ്, യൂസർ ഡിസ്ക്രിപ്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് കട്ട് ഓവർ. റിക്വയർമെൻറ്റ് പ്ലാനിങ്, യൂസർ ഡിസ്ക്രിപ്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് കട്ട് ഓവർ. ഓക്കെ, ഫിഗർ വരച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. റിക്വയർമെൻറ്റ് പ്ലാനിങ്, യൂസർ ഡിസ്ക്രിപ്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് കട്ട് ഓവർ. ഇനി ഇതിൽ ഞാൻ എഴുതുന്നുണ്ട് വിത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് യൂസർ. അതായത് റിക്വയർമെൻറ്റ് പ്ലാനിങ് തൊട്ട് യൂസർ ഡിസ്ക്രിപ്ഷൻ, കൺസ്ട്രക്ഷൻ, കട്ട് ഓവർ വരെ ആരുണ്ടാവും, യൂസേഴ്സ് ഇൻവോൾവ്മെൻ്റ് ഉള്ളതിനാണ് നമ്മൾ റാപ്പിഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് റിക്വയർമെൻറ്റ് പ്ലാനിങ് ഫേസ്? അതായത് റിക്വയർമെൻറ്റ്സ് ആർ ക്യാപ്ചേർഡ് യൂസിങ് ഗ്രൂപ്പ് എലിസിറ്റേഷൻ, ഗ്യാതറിങ് ഓഫ് ഇൻഫർമേഷൻ. അതായത് റിക്വയർമെൻറ്റ് പ്ലാനിങ് ഫേസിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റിക്വയർമെൻറ്റ്സ്, അതായത് നമുക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ യൂസേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പോൾ യൂസറിനൊരു പ്രോജക്റ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, യൂസറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്വയർമെൻറ്റ് പ്ലാനിങ് ഫേസ് എന്ന് പറയുന്നത്. ആ പ്ലാനിങ് ഫേസിൽ നിങ്ങളൊരു എലിസിറ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. എലിസിറ്റേഷൻ, എനി ഗ്രൂപ്പ് എലിസിറ്റേഷൻ, നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എലിസിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലാണ് എന്ത് പറയുന്നത്, ഗ്യാതറിങ് ഓഫ് ഇൻഫർമേഷൻ. എലിസിറ്റേഷൻ്റെ മീനിങ് ആണ് ഗ്യാതറിങ് ഓഫ് ഇൻഫർമേഷൻ. അതായത് റിക്വയർമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അതിനാണ് റിക്വയർമെൻറ്റ് പ്ലാനിങ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് യൂസർ ഡിസ്ക്രിപ്ഷൻ ഫേസ്. ജോയിൻറ്റ് ടീംസ് ഓഫ് ഡെവലപ്പേഴ്സ് ആൻഡ് യൂസേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ടു പ്രിപ്പയർ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിവ്യൂ ദ റിക്വയർമെൻറ്റ്സ്. ഒക്കെ നമ്മൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു, വാട്ടർഫാൾ മോഡലൊക്കെ SRS പ്രിപ്പയർ ചെയ്യുന്നില്ല. SRS എന്ന് വെച്ചാൽ എന്താ, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓർ SRS. അപ്പോൾ SRS പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ആരും യൂസർ ഡിസ്ക്രിപ്ഷൻ ഫേസിൽ എന്ന് പറയുന്നത് ഡെവലപ്പറും യൂസേഴ്സും കൂടി ഒന്നിച്ചിരുന്ന് കിട്ടിയ റിക്വയർമെൻറ്റ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു SRS പ്രിപ്പയർ ചെയ്യുന്നു. SRS ശരിക്കും എന്തിനാ, ഡിസൈൻ ചെയ്യണമെങ്കിൽ SRS വേണം അല്ലേ. ഡിസൈൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള റിക്വയർമെൻറ്റ്സിൻ്റെ ഒക്കെ കളക്ട് ചെയ്ത ആ ബുക്കിന് അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിന് പറയുന്നതാണ് എന്ത്, SRS സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് യൂസർ ഡിസ്ക്രിപ്ഷൻ ഫേസിൽ ചെയ്യുന്നത്. അടുത്തതാണ് കൺസ്ട്രക്ഷൻ ഫേസ്. കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ വാട്ടർഫാൾ മോഡലിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് എന്തായിരുന്നു ചെയ്യുന്നത്, റിക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്തിട്ട് അടുത്ത ഫേസ് എന്താ, ഡിസൈനും കോഡിങ്ങും ടെസ്റ്റിങ്ങും അല്ലേ. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യുക, ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുന്നതായിരിക്കും ഒരു എഞ്ചിനീയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, കോഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ഡിസൈൻ, കോഡിങ്, ടെസ്റ്റിങ്, ഈ മൂന്നും കമ്പൈൻ ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഫേസ്. അവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്തു, അതിനെ കോഡ് ചെയ്തു, എന്നിട്ട് ടെസ്റ്റ് ചെയ്തു, എറർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു, അതിന് ശേഷം ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിന് അത് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും ഫേസാണ് കൺസ്ട്രക്ഷൻ ഫേസ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു. അടുത്തത് എന്താ ചെയ്തത്, യൂസർ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ SRS പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആരും കൂടി ഉണ്ട് അവിടെ, കസ്റ്റമറും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ഫേസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, കോഡിങ് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എററൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് കസ്റ്റമറിന് റിലീസും ചെയ്യുന്നുണ്ട്. ഇത്രയും ഫേസസ് ആണ് ഇവിടെ വരുന്നത് കൺസ്ട്രക്ഷൻ. ഇത് ലാസ്റ്റ് കട്ട് ഓവർ എന്ന് പറഞ്ഞാൽ ദിസ് ഫേസ് ഈസ് ഇൻകോർപ്പറേറ്റ് ആക്സെപ്റ്റൻസ് ടെസ്റ്റ് ബൈ ദി യൂസർ ഇൻസ്റ്റാൾഡ് ഓൺ ദി സിസ്റ്റം ആൻഡ് യൂസർ ട്രെയിനിങ്. അതായത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ യൂസർ ഉണ്ട്, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മുടെ ഫേസസിൽ യൂസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യൂസർ എന്ത് ചെയ്യണം, ഈ അതായത് നമ്മുടെ ഇപ്പം കൊടുത്ത ഇപ്പോൾ യൂസറിന് കിട്ടിയ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയറിനെ ടെസ്റ്റ് ചെയ്തത് യൂസർ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ആക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ യൂസറിന് അത് ഓക്കെ ആണോ, അയാൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ വന്നു എന്ന് അയാൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, കട്ട് ഓവർ ഫേസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റാപ്പിഡ് ആപ്ലിക്കേഷൻ. ഇത് ശരിക്കും നിങ്ങൾക്ക് ഓരോന്നും നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന സിമ്പിൾ പേപ്പറാണ്, തിയറിയാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം നല്ല എലാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ടായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നോട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. കാരണം നിങ്ങൾക്ക് സിമ്പിളാണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് ഓരോ ഹെഡിങ്, അതിൻ്റെ സബ് ഹെഡിങ്, അതിലുള്ള ഇതുപോലെ 1 2 3 ടൈപ്പ് സ്റ്റെപ്സ്, ഫിഗർ, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങാം. അപ്പം നമ്മളിന്ന് പഠിച്ചത് എന്താണ് ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ, എന്താണ് ഇറ്ററേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡലും. ഇറ്ററേറ്റീവ് എൻഹാൻസ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വാട്ടർഫാൾ മോഡൽ അതേ സ്റ്റെപ്പാണ്, ഓർക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡലിൽ തന്നെയുള്ള റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മോഡലും പഠിച്ചു. അതിലുള്ള 4 സ്റ്റെപ്സ് ആയിരുന്നു പ്ലാനിങ് ഫേസ്, യൂസർ ഡിസ്ക്രിപ്ഷൻ ഫേസ്, കൺസ്ട്രക്ഷൻ ഫേസ് ആൻഡ് കട്ട് ഓവർ ഫേസ്. ഓക്കെ, ക്ലിയർ ആയിന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. താങ്ക് യു.